പ്രിയ കുട്ടികളെ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. സമയം ഒരിക്കലും പാഴാക്കരുത്. തിരിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ അത് അത്രയേറെ വിലപ്പെട്ടതാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരു കഴുതയും പുലിയും തമ്മിലൊരു തർക്കം നടന്നു. കാട്ടിലെ പുല്ലിനെല്ലാം നീല നിറമാണെന്നാണ് കഴുത പറയുന്നത്, അല്ല പച്ച നിറമാണെന്ന് പുലിയും. തർക്കം ദിവസങ്ങളോളം നീണ്ടു, പക്ഷെ ഒരു തീരുമാനത്തിലും എത്തിയില്ല. അവസാനം തർക്കം മൃഗരാജനായ സിംഹത്തിൻ്റെ മുന്നിലെത്തി. അങ്ങനെ കാട്ടുയോഗത്തിൽ വെച്ച് സിംഹരാജൻ രണ്ടുപേരുടെയും വാദമുഖങ്ങൾ കേട്ടു. എല്ലാം സശ്രദ്ധം കേട്ടതിന് ശേഷം രാജാവ് വിധി പ്രസ്താവിച്ചു. പുലി 2 വർഷം മിണ്ടാവ്രതം അനുഷ്ഠിക്കണം എന്നതായിരുന്നു ശിക്ഷ. ഒരു ജീവിയോടും മിണ്ടരുത്. വിധി കേട്ടതോടെ കഴുത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് ഓടിപ്പോയി. മൃഗക്കൂട്ടം പിരിഞ്ഞു തുടങ്ങിയപ്പോൾ പുലി സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിവിനയത്തോടെ ചോദിച്ചു, രാജൻ, അങ്ങേക്കും അറിയാവുന്നതല്ലേ പുല്ലിന് പച്ച നിറമാണെന്ന്, എന്നിട്ടും എന്നെ എന്താണ് ശിക്ഷിച്ചത്? സിംഹരാജൻ മറുപടി പറഞ്ഞു, ഏയ് പുലിമൃഗമേ, പുല്ലിൻ്റെ നിറം പച്ചയോ നീലയോ എന്നതിനല്ല ഞാൻ വിധി പറഞ്ഞത്. ഇതുപോലെ വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആ കഴുതയോട് തർക്കിച്ച് നീ നിൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞു. ആ സമയങ്ങളിൽ നിനക്ക് വേണ്ടി, ഈ കാടിനു വേണ്ടി നിനക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതാണ് നീ നഷ്ടപ്പെടുത്തിയത്. അതിനാണ് ഞാൻ നിന്നെ ശിക്ഷിച്ചത്. പ്രിയ കുട്ടികളെ, നമ്മളും അങ്ങനെയാണ്. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോയി നമ്മുടെ വിലയേറിയ സമയവും ഊർജവും നമ്മൾ കളയുന്നു. അതിനിട വരുത്താതെ സമയം പഠനത്തിനും നല്ല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുക. നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ മാത്സ് 1ാമത്തെ ചാപ്റ്റർ വർഗ്ഗങ്ങൾ, സ്ക്വയേഴ്സ്, അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഡെസിമൽ സ്ക്വയേഴ്സ്, ദശാംശ വർഗ്ഗങ്ങൾ എന്ന ഭാഗത്തെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ദശാംശ സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫൈൻഡ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ. ചുവടെ പറയുന്ന സംഖ്യകളുടെ വർഗ്ഗം കണക്കാക്കുക. നമുക്ക് 5 ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇവയുടെ വർഗ്ഗമാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.3 2.3ന്റെ സ്ക്വയർ വർഗ്ഗം കാണുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 അക്ക സംഖ്യകളുടെ വർഗ്ഗം കാണാനായി നമുക്ക് ക്രിയ ചെയ്യാൻ എളുപ്പമുള്ള സംഖ്യകളായാണ് അവ പിരിച്ചെഴുതിയത്. ഇവിടെ 2.3നെ നമുക്ക് 2 + 0.3 എന്ന് പിരിച്ചെഴുതാം. ഒരു പൂർണ്ണസംഖ്യയായും ഒരു ദശാംശ സംഖ്യയായിട്ടും പിരിച്ചെഴുതാം. അപ്പോൾ 2.3 എന്നുള്ളത് 2 + 0.3. ഇവിടെ ഈ പോയിന്റ് ഒന്നും കൂടെ വ്യക്തമാകാനായി നമുക്ക് ഇപ്പുറത്തൊരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 + 0.3 എന്ന് നമ്മൾ 2.3നെ പിരിച്ചെഴുതി. ഇനി 2.3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 + 0.3 ഹോൾ സ്ക്വയർ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഓർക്കാനും പഠിക്കാനുമായി എഴുതി വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ചെയ്തത് ആദ്യ സംഖ്യയുടെ വർഗ്ഗം, ഇവിടെ ആദ്യ സംഖ്യ എന്നുള്ളത് 2 ആണ്. അപ്പോൾ 2ന്റെ വർഗ്ഗം, 2ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യ സംഖ്യ, ഇവിടെ ആദ്യത്തെ സംഖ്യ 2 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ 0.3 0.3 പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ വർഗ്ഗം, രണ്ടാമത്തെ സംഖ്യ ഇവിടെ 0.3 ആണ്, 0.3ന്റെ വർഗ്ഗം. അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ ഈക്വൽസ് 2 സ്ക്വയർ എന്നുള്ളത് 2 ഇൻറ്റു 2 പ്ലസ് ഈ 3 സംഖ്യകൾ തമ്മിലാണ് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാനുള്ളത്, ഗുണിക്കാനുള്ളത്. ആദ്യം നമുക്ക് പൂർണ്ണസംഖ്യകൾ തമ്മിൽ ഗുണിക്കാം. 2 ഇൻറ്റു 2 എന്നുള്ളത് 4 ഇൻറ്റു 0.3 പ്ലസ് 0.3 ഹോൾ സ്ക്വയർ എന്നുള്ളത് 0.3 ഇൻറ്റു 0.3 സമം 4 പ്ലസ് ഇതൊരു പൂർണ്ണസംഖ്യയാണ്, ഇതൊരു ദശാംശ സംഖ്യയാണ്. അപ്പോൾ ഇവ ഗുണിക്കാനായി ഗുണിക്കുന്ന സമയത്ത് ഈ പോയിന്റ് ഇല്ലാതെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 4ഉം 3ഉം ആണ്. 4ഉം 3ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 12 ആണ്. ഇനി നമ്മൾ ഉത്തരത്തിൽ വേണം ഈ പോയിന്റ് ഇടാൻ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വേണം. അപ്പോൾ 1.2 എന്നുള്ളതാണിത്. പ്ലസ് അതേപോലെ തന്നെ ഗുണിക്കുന്ന സമയത്ത് പോയിന്റ് നോക്കാതെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ പോയിന്റ് ഇല്ലെങ്കിൽ ഈ സംഖ്യകൾ 3ഉം 3ഉം ആണ്. 3 ഇൻറ്റു 3 എന്നുള്ളത് 9. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്, ഇതിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകൾ വേണം. ഇവിടെ ഒരു സംഖ്യയേ ഉള്ളൂ. അപ്പോൾ 2 സംഖ്യകളാവാൻ വേണ്ടി നമ്മൾ 9ന്റെ പിന്നിൽ ഒരു 0 ചേർത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഈ സംഖ്യകളെല്ലാം തമ്മിൽ കൂട്ടണം എന്നുള്ളതാണ്. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദശാംശ സ്ഥാനം നേരെ വരുന്ന വിധത്തിൽ വേണം അവ കൂട്ടാനായിട്ട്. അപ്പോൾ 4
ഈ 4 എന്നുള്ളത് ഒരു സമയമോ അല്ലെങ്കിൽ ഒരു രൂപയോ ആണെങ്കിൽ 4 രൂപ അല്ലെങ്കിൽ 4 മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇനി 1.2 ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ദശാംശ സ്ഥാനം ഈ പോയിന്റ് നേരെ വരണം. അപ്പോൾ പോയിന്റ് ആദ്യം ഇട്ടതിന് ശേഷം ഇപ്പുറത്ത് വേണമെങ്കിൽ 1ഉം ഇപ്പുറത്ത് 2ഉം വേണമെങ്കിൽ ഇടാം. 1.2. ഇനി ഇവിടെ 0.09 പോയിന്റ് ആദ്യം ഇടുക 0.09. ഇനി തമ്മിൽ കൂട്ടുമ്പോൾ 9 ഇവിടെ ഒന്നും ഇല്ലെങ്കിലും 0 എന്നാണ് അർത്ഥം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 9 2 പോയിന്റ് ഇടുക 4ഉം 1ഉം 5 സമം 5.29. ഇതാണ് നമ്മുടെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം 8.7ന്റെ വർഗം സമം ഇതും ഇതുപോലെ പിരിച്ചെഴുതുമ്പോൾ 8 പ്ലസ് 0.7ന്റെ വർഗം സമം ആദ്യ സംഖ്യയുടെ വർഗം 8 ആദ്യത്തെ സംഖ്യ, 8ന്റെ വർഗം പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ സംഖ്യ 8 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ 0.7 പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ വർഗം 0.7ന്റെ വർഗം സമം 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 8 പ്ലസ് 3 തമ്മിൽ നമുക്ക് ഗുണിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പൂർണ്ണസംഖ്യകൾ തമ്മിൽ ഗുണിക്കാം. 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 0.7 പ്ലസ് 0.7ന്റെ വർഗം എന്ന് പറയുന്നത് 0.7 ഇൻറ്റു 0.7 സമം 8 ഇൻറ്റു 8 64 പ്ലസ് ഇവിടെയും നമ്മൾ ഗുണിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 16നെ 7 കൊണ്ട് 6 ഇൻറ്റു 7 42 4 1 ഇൻറ്റു 7 7ഉം 4ഉം 11 112 ആണ് നമ്മൾ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്പിൾ ചെയ്തത്. ഇനി നമ്മൾ ആൻസറിൽ ഉത്തരത്തിൽ പോയിന്റ് ഇടണം. ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വേണം. അപ്പോൾ നമുക്ക് പോയിന്റ് ഇവിടെ ഇടാം. പ്ലസ് ഇവിടെ 0.7 ഇൻറ്റു 0.7. അപ്പോൾ ഗുണിക്കുന്ന സമയത്ത് പോയിന്റ് ഇല്ലാതെ നമുക്ക് ഗുണിച്ച് 7 ഇൻറ്റു 7 എന്ന് പറയുന്നത് 49. ഇനി പോയിന്റ് നോക്കാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഇത് രണ്ടും കൂടി പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ വേണം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് പോയിന്റ് ഇടുന്നത്. ഇനി ഇതെല്ലാം കൂടി കൂട്ടാം. 64 എന്ന് പറയുമ്പോൾ 64.00 ഇടാം. നമുക്ക് ദശാംശ സ്ഥാനം നേരെ വരാനും തെറ്റാതിരിക്കാനും. 11.2 അപ്പോൾ ദശാംശ സ്ഥാനം നേരെ ഇടുക. ഇവിടെ 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി പോയിന്റ് 49 9 കൂട്ടുമ്പോൾ 4 2 6 4 1 5 6 1 7 75.69. ഇതാണ് നമ്മുടെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം 10.1ന്റെ വർഗം. ഇതിനെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ 10 പ്ലസ് 0.1ന്റെ ഹോൾ സ്ക്വയർ സമം ആദ്യ സംഖ്യ 10 ആണ്, 10ന്റെ വർഗം പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ സംഖ്യ 10 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ 0.1 പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ വർഗം 0.1ന്റെ വർഗം സമം 10 സ്ക്വയർ എന്നുള്ളത് 100 പ്ലസ് 2 ഇൻറ്റു 10 20 ഇൻറ്റു 0.1 പ്ലസ് 0.1ന്റെ വർഗം 0.1 ഇൻറ്റു 0.1 സമം 100 പ്ലസ് 20 ഇൻറ്റു 1. പോയിന്റ് ഇല്ലാതെ നോക്കുമ്പോൾ ഇത് 1 ആണ്. അപ്പോൾ 20 ഇൻറ്റു 1 എന്നുള്ളത് 20. പോയിന്റ് നമുക്ക് ഉത്തരത്തിലിടാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്. അപ്പോൾ നമുക്കും ഒരു സ്ഥാനം നീക്കി കുത്തിടാം. 2.0 പ്ലസ് ഇനി 0.1 ഇൻറ്റു 0.1. അപ്പോൾ പോയിന്റ് ഇല്ലാതെ 1ഉം 1 ആണ്. സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 1 ഇൻറ്റു 1 1. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 2 സംഖ്യകൾ വേണം. അപ്പോൾ 2 സംഖ്യകളാവാൻ ഇപ്പുറത്ത് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകളായി, ഇടതുവശത്ത് ഒരു 0 കൂടി സമം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 100. പിന്നെ 2.0. അപ്പോൾ 2 പോയിന്റ് ഇവിടെ ഇടുക, എന്നിട്ട് 2.0. ഇനി പോയിന്റ് 01 ദശാംശ സ്ഥാനം നേരെ വരണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. പോയിന്റ് 01 ഇവ തമ്മിൽ കൂട്ടുമ്പോൾ 1 0 പോയിന്റ് 2 0 1. അപ്പോൾ 102.01. നാലാമത്തെ ചോദ്യം 12.5ന്റെ വർഗം സമം ഇതിനെ പിരിച്ചെഴുതുമ്പോൾ 12 പ്ലസ് 0.5ന്റെ വർഗം ഹോൾ സ്ക്വയർ
സമം ആദ്യ സംഖ്യയുടെ വർഗം 12 ആദ്യത്തെ സംഖ്യ 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ സംഖ്യ 12 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ 0.5 പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ വർഗം 0.5ൻ്റെ വർഗം സമം 12 സ്ക്വയർ. ഇതൊരു രണ്ടക്ക സംഖ്യയാണ്. ഇതിൻ്റെ വർഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ചെയ്യണം. അപ്പോൾ 12ൻ്റെ സ്ക്വയർ സമം 12നെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ 10 പ്ലസ് 2 ഹോൾ സ്ക്വയർ സമം ആദ്യത്തെ സംഖ്യ 10 10ൻ്റെ വർഗം പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ സംഖ്യ 10 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ 2 പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ വർഗം 2 സ്ക്വയർ സമം 100 പ്ലസ് 2 ഇൻറ്റു 10 20 20 ഇൻറ്റു 2 40 പ്ലസ് 2 സ്ക്വയർ 2 ഇൻറ്റു 2 4. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 100 പ്ലസ് 40 4 4 4 1 സമം 144. ഇപ്പോൾ 12 സ്ക്വയർ എന്നുള്ളത് നമ്മൾ 144 എന്ന് കണ്ടു. പ്ലസ് 2 ഇൻറ്റു 12 അപ്പോൾ 12ൻ്റെ ഇരട്ടി കണ്ടാൽ മതി 24 ഇൻറ്റു 0.5 പ്ലസ് 0.5ൻ്റെ വർഗം 0.5 ഇൻറ്റു 0.5 സമം 144 പ്ലസ് 24 ഇൻറ്റു 0.5 എന്നാണ്. അപ്പോൾ ഗുണിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ പോയിൻ്റ് നോക്കണ്ട. 24 ഇൻറ്റു 5 5 ഇൻറ്റു 4 20 2 2 ഇൻറ്റു 5 10 12. അപ്പോൾ 120 എന്നുള്ളതാണ് നമുക്ക് 24 ഇൻറ്റു 5 ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷെ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വേണം. ഒരു സ്ഥാനം നീക്കി നമുക്ക് ഈ പോയിൻ്റ് ഇടാം. അപ്പോൾ 12 എന്നുള്ളതാണ്. പ്ലസ് അതേപോലെ ഇവിടെ പോയിൻ്റ് ഇല്ലാതെ 5ഉം 5ഉം ആണുള്ളത്. അവ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 25 ഗുണിക്കുമ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ, ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ വേണം. അപ്പോൾ നമ്മൾ 2 സ്ഥാനം നീക്കി ഇവിടെയാണ് പോയിൻ്റ് ഇടുന്നത് 0.25. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടാം. 144 പോയിൻ്റ് 2 0 ഇടാം ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിന്. ഇനി 12.0 അപ്പോൾ 12 പോയിൻ്റ് ദശാംശ സ്ഥാനം നേരെ വരണം 0. ഇനി പോയിൻ്റ് 25 0.25 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 5 2 പോയിൻ്റ് 4 2 6 4 3 5 1 156.25. അഞ്ചാമത്തെ ചോദ്യം 15.7ൻ്റെ വർഗം. അപ്പോൾ ഇതിനെ നമുക്ക് 15 പ്ലസ് 0.7ൻ്റെ ഹോൾ സ്ക്വയർ സമം ആദ്യത്തെ സംഖ്യ 15 15ൻ്റെ വർഗം പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 2 ഇൻറ്റു 15 ആദ്യത്തെ സംഖ്യ ഇൻറ്റു 0.7 രണ്ടാമത്തെ സംഖ്യ പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ വർഗം 0.7ൻ്റെ വർഗം സമം 15ൻ്റെ വർഗവും നമ്മൾ നേരത്തെ കണ്ടതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ചെയ്യണം. 15 സ്ക്വയറിനെ നമുക്ക് 10 പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സമം ആദ്യത്തെ സംഖ്യ 10 10ൻ്റെ വർഗം പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ സംഖ്യ 10 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ 5 പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ വർഗം 5 സ്ക്വയർ സമം 10 സ്ക്വയർ എന്നുള്ളത് 100 പ്ലസ് 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 10 ഇൻറ്റു 10 100 പ്ലസ് 5 സ്ക്വയർ 5 ഇൻറ്റു 5 25. അപ്പോൾ 100 പ്ലസ് 100 25 എല്ലാം കൂടി കൂട്ടുമ്പോൾ 5 2 1 3 2. അപ്പോൾ 15 സ്ക്വയർ എന്നുള്ളത് 225 പ്ലസ് 2 ഇൻറ്റു 15 30 ഇൻറ്റു 0.7 പ്ലസ് 0.7 ഇൻറ്റു 0.7 സമം 225 പ്ലസ് 30നെ 0.7 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 3 ഇൻറ്റു 7 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 21. അപ്പോൾ 3 ഇൻറ്റു 7 21 കിട്ടിയത്. അപ്പോൾ 30 വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു 0 കൂടി നമ്മളിവിടെ ഇടണം. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വേണം. നമ്മൾ പോയിൻ്റ് ഇവിടെയാണ് ഇടേണ്ടത്. പ്ലസ് ഇതിലും പോയിൻ്റ് ഇല്ലാതെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 7 ഇൻറ്റു 7 49. ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്, ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ ആകെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകൾ വേണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടത് 0 പോയിൻ്റ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടാം. 225
21.0 അപ്പോൾ 21.49. അപ്പോൾ 0.49 9 4.5 6 2 2 4 2 സമം 246.49. ഇതാണ് നമ്മുടെ ഉത്തരം. കുട്ടികളെ, ക്വിസ് നമ്പർ 1ൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യണം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.